മോഹൻലാൽ എന്ന നടനെ സൂപ്പർ സ്റ്റാർ ആക്കിയ സിനിമയും ആ വർഷവും രാജാവിന്റെ മകൻ 1986. ആ ഒരു വർഷത്തെ മോഹൻലാലിന്റെ സിനിമകളും മോഹൻലാലിന്റെ ഒരു സ്റ്റാർഡം ഉയർന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏകദേശം 34 സിനിമകളാണ് മോഹൻലാലിന്റെ ആ വർഷം റിലീസായത്. അത് എല്ലാ സിനിമയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും എല്ലാം ഒന്ന് ഓടിച്ച് പറയാം. ചില സിനിമകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിലാദ്യത്തെ സിനിമ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. ആ സിനിമ ഇന്നും നമ്മൾ കാണുന്ന വളരെ രസമുള്ള ഒരു സിനിമയാണ്. സത്യൻ അന്തിക്കാടിന്റെ സിദ്ദിഖ് ലാലാണ് അത് എഴുതിയത്. അവരുടെ ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റ് ആണ് അത്, അവർ സംവിധായകരാവുന്നതിന് മുമ്പുള്ള നല്ല രസമുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമ അന്ന് പരാജയമായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് എനിക്കോട് സത്യൻ അന്തിക്കാട് തന്നെ സിദ്ദിഖ് ലാലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു സിനിമ ഈ മരണം എന്ന് പറയുന്നതിനെ ഒരു കോമഡി ആക്കി കാണിക്കുന്നത് അങ്ങനത്തെ സിനിമകൾ ഭൂരിഭാഗവും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ മലയാള സിനിമയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അതായിരിക്കും അതിന്റെ ഒരു കാരണം. ഈ സിനിമ ശരിക്കും മോഹൻലാലും റഹ്മാനും അന്ന് രണ്ടുപേരും ഏകദേശം ഒരേപോലെ താരമൂല്യം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് റഹ്മാനും നല്ലൊരു സ്റ്റാർ തന്നെയാണ്. പക്ഷെ നല്ല നല്ല രസമുള്ള സിനിമ തന്നെയാണ് അത് പപ്പൻ, പ്രിയപ്പെട്ടവൻ. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. പിന്നെ ഒരു സിനിമയാണ് നിന്നിഷ്ടം എന്നിഷ്ടം. ആ സിനിമ ആലപ്പി അഷറഫാണ് ആ സിനിമ ഡയറക്ട് ചെയ്തത്, എഴുതിയത് പ്രിയദർശനാണ്. നമുക്കറിയാം, അതിൽ ആ പാട്ട് തന്നെയാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടനും അത്യാവശ്യം ഗുണം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഒപ്പത്തിനൊപ്പം സോമൻ അമ്പാട്ട് എന്ന ഡയറക്ടറാണ്. അദ്ദേഹം മുമ്പ് മനസ്സറിയാതെ എന്ന സിനിമയൊക്കെ മോഹൻലാൽ അതിൽ നെടുമുടി എന്ന മെയിൻ ക്യാരക്ടർ മോഹൻലാൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മോഹൻലാലും ശങ്കർ, മേനക ഇവരാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു സിനിമയാണ്. അതിൽ ഒരു ഹിറ്റ് പാട്ടൊക്കെ ഉണ്ട്. മോഹൻലാലും മാള അരവിന്ദനും കൂടെയുള്ള ഒരു പാട്ടാണ്. അതിനു മുമ്പ് അവര് വേറൊരു സിനിമയിൽ ഇതുപോലെ തന്നെ നീ അറിഞ്ഞോ മേലെ വാനത്തെ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും ഒരു പാട്ടുണ്ട്, ഭൂമി കറങ്ങുന്നുണ്ടാണെന്ന ഒരു പാട്ടുണ്ട്. അതിൽ യേശുദാസും ബിജു തിരുമലയും കൂടിയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. പക്ഷെ ഇവര് രണ്ടുപേരും കോംബോ, മോഹൻലാൽ മാളാരവിന്ദന്റെ ഒരു കോംബോ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കോമ്പോയില് നല്ല കുറെ രസകരമായിട്ടുള്ള സീൻസ് ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളതാണ്. നമുക്കൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം വർക്കാവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. കുഴപ്പമില്ലാതെ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം അന്ന് ശങ്കർ, മേനക ഹിറ്റ് കോംബോയാണ്. കൂട്ടത്തിൽ മോഹൻലാലും ഈ ഒരു ഉയർന്നു വരുന്ന ഒരു സമയമായതുകൊണ്ട് ഇതുപോലെ ഒരു ഫാമിലി റോളുകൾ, പക്ഷെ ഒരിക്കലും ഒരു പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ് മോഹൻലാലിന്റെ. അതൊരു വില്ലനിസം ഒക്കെ നമുക്ക് തോന്നും, പക്ഷെ ഒരു പോസിറ്റീവ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറിന്റെ ക്ലൈമാക്സ് മോഹൻലാലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അത്രയും പറയാം. ബാക്കി ഡീറ്റെയിൽഡ് സിനിമ നിങ്ങൾ യൂട്യൂബിലുണ്ട്, കാണുക. പിന്നെ ഒരു സിനിമ മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു, പ്രിയദർശൻ ശ്രീനിവാസൻ കോംബോ. നമ്മുടെ പുച്ചിക്കുരി മൂക്കുത്തിയും ബോയിങ്ങിലൊക്കെ തുടങ്ങിയ അവരുടെ ഒരു കോംബോ തന്നെയാണ്. നല്ല രസമുള്ള ഒരു സിനിമ തന്നെയാണ്. അതങ്ങനെ ബോയിങ് പോലെ ബ്ലോക്ക് ബസ്റ്റർ അല്ലാന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലും പ്രിയദർശൻ മോഹൻലാൽ കോംബോയില് അവരുടെ ഒരു തുടക്കകാലത്തെ നമ്മൾ ഇന്നും ഓർക്കുന്ന രസമുള്ള ഒരു സിനിമ തന്നെയാണ്. അതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ അന്ന് പ്രിയദർശനൊക്കെ ബഡ്ജറ്റ് കുറച്ച് സിനിമകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് ബഡ്ജറ്റിൽ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ നല്ല രസമുള്ള സിനിമ തന്നെയാണ്. നമുക്ക് ആ സിനിമയെ കുറിച്ചൊന്നും പറയേണ്ട. ശ്രീനിവാസനും മോഹൻലാലും പിന്നെ ജഗദീഷ് ശ്രീകുമാർ എല്ലാവരും തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് ആ സിനിമയിൽ. പിന്നെ പഞ്ചാഗ്നി, MT വാസുദേവൻ സിനിമ. MT വാസുദേവൻ എഴുതി ഹരിഹരൻ ഡയറക്ടർ സിനിമ. പഞ്ചാഗ്നി ശരിക്കും ഗീതയാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. മോഹൻലാൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയുമ്പോൾ അതിൽ മോഹൻലാൽ സിനിമയല്ല, അതൊരു ഗീതയുടെ സിനിമയാണ്, ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണ്. അന്ന് ആദ്യം ഇവര് മമ്മൂട്ടി വെച്ചൊരു നക്സലൈറ്റിന്റെ ഒരു കഥ ആലോചിച്ചു. പിന്നീട് മമ്മൂട്ടിയുടെ ഡേറ്റ് വെച്ചിട്ട് നീണ്ടുപോയതോടുകൂടി മമ്മൂട്ടിനെ മാറ്റി മമ്മൂട്ടി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ ലേഡി ക്യാരക്ടർ ആക്കി അതിൽ ഗീതയിലെ കാസ്റ്റ് ചെയ്യുന്നു. അതിൽ മോഹൻലാൽ അഭിനയിക്കുന്നു. നല്ലൊരു രസമുള്ള സിനിമയാണ്. ഒന്നും പറയണം, MTയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. പക്ഷെ മോഹൻലാലിന്റെ നല്ല ഒരു സോങ് ഉണ്ട്. നമുക്കറിയാം, ആ ഒരു പാട്ട് തന്നെയാണ് ഹൈലൈറ്റ്. നമ്മൾ എന്നും കാണുന്നതല്ല, പഞ്ചാഗ്നിയെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നതും ആ പാട്ട് തന്നെയാണ്. പിന്നെ പത്മരാജന്റെ കരിയിലെ കാറ്റ് പോലെ, അതും അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ 3 പേരുണ്ട്. അതിൽ ആരാണ് നായകൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് പ്രാധാന്യമുണ്ട്, മോഹൻലാലിന്റെ ക്യാരക്ടറിന് പ്രാധാന്യമുണ്ട്, റഹ്മാൻ ഒരു അനിയൻ ക്യാരക്ടറാണ്. പക്ഷെ ക്ലൈമാക്സോടൊക്കെ ആകുമ്പോൾ റഹ്മാന്റെ ക്യാരക്ടറിനും ഒരു പ്രാധാന്യം വരുന്നുണ്ട്. കരിയിലക്കാറ്റ് പോലെ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അതിലെ പോലീസ് ഓഫീസറായിട്ടുള്ള മോഹൻലാലിന്റെ പെർഫോമൻസ്. പിന്നെ അഭയം തേടി എന്ന സിനിമ, IV ശശി, MT വാസുദേവൻ കൂട്ടിട്ട സിനിമ. മോഹൻലാലും ശോഭനയും സുകുമാരനും തിലകനും എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ ഗീതം, ചക്കരയുമ്മ സാജൻ എന്ന് വിളിക്കുന്ന ചക്കരയുമ്മയിലൂടെ ജനപ്രീതി നേടിയ സംവിധായകൻ. ഇത് SN സ്വാമിയാണ് ആ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. നല്ലൊരു സിനിമ തന്നെയാണ്. അതില് മമ്മൂട്ടി, മോഹൻലാലും
എല്ലാവരും കൂടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയാണ് അതിലെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് തോന്നുന്നു മോഹൻലാൽ സാജനയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഡബിങ്ങിന് ഇടയിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പിന്നീട് അവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ല. സാജന പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ ഡേറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ വാർത്ത, ഐ.വി. ശശി, ടി ദാമോദരൻ കൂട്ടുണ്ട് സിനിമ. അതില് മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, അന്നത്തെ ഐ.വി. ശശിയുടെ എല്ലാ താരങ്ങളും ഉണ്ട്. ഇന്നും ഒരു പൊളിറ്റിക്കൽ സിനിമ അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ പത്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ പിന്നീട് ന്യൂഡൽഹിയും പത്രം പോലത്തെ സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വാർത്ത അതൊരു സംഭവം തന്നെയാണ്. പിന്നെ അതിന്റെ ഒരു ക്ലൈമാക്സ് അന്ന് എടുക്കാൻ കാണിച്ചിട്ട് ധൈര്യം. ഇന്ന് അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഒക്കെ വർക്ക് ആവുമോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് അതിന്റെ ഒരു ക്ലൈമാക്സ് ഒരു അതിഗംഭീര ക്ലൈമാക്സ് തന്നെയായിരുന്നു. ഞാൻ അതിനെ കുറിച്ച് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. എന്നാലും ആ സിനിമ അതിഗംഭീര സിനിമ തന്നെ. ആ വാർത്താ സിനിമയൊക്കെ എനിക്കൊണ്ട് കുറെ കാലം മുമ്പ് വരെ ഒരു 2005-10 കാലഘട്ടങ്ങൾ വരെ കോഴിക്കോട് പാരഗൺ ഹോട്ടലിന്റെ ആ ഒരു സൈഡില് വാർത്തയുടെ അന്നത്തെ ഒരു പോസ്റ്റർ അപ്പോഴും ഉണ്ടായിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ അതില്ലാന്ന് തോന്നുന്നു. അന്നത് കുറെ കാലം ആ പോസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രിയദർശന്റെ മറ്റൊരു സിനിമ ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ശ്രീനിവാസനും പ്രിയദർശനും കൂടി എഴുതിയൊരു സിനിമയാണ്. അത് നല്ല രസമുള്ള സിനിമയാണ്. അതിൽ ഇവരെല്ലാരും കൂടിയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മോഹൻലാലും മണിബുൾ രാജു ഇവരെല്ലാരും കൂടി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. ചെറിയൊരു ലാഭം സിനിമ കിട്ടി. ഭയങ്കര ഹിറ്റ് ഒന്നല്ല, പക്ഷെ ചെറിയൊരു ലാഭം ഒന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മണിബുൾ രാജു പലപ്പോഴായിട്ട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരം പുലരുമ്പോൾ എന്നൊരു സിനിമ, KP കുമാരന്റെ സിനിമ. അദ്ദേഹം വേറൊരു തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നതാണ്. നമുക്കറിയാം മോഹൻലാലിനെ വെച്ച് പിന്നെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലും ഉണ്ട്, രമ്യ കൃഷ്ണൻ, KP ലളിത, വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയാണ്. പിന്നെ ഇനിയും കുരുക്ഷേത്രം, ശശികുമാർ സാറിന്റെ സിനിമ. ഹിറ്റ് മേക്കർ ശശികുമാർ ഇതിനു മുമ്പ് മോഹൻലാലിനെ വെച്ചിട്ട് 10-ാം ഉദയം, ഇതവിടെ തുടങ്ങുന്ന പോലത്തെ ഹിറ്റുകൾ കൊടുത്താണ്. ഇനിയും കുരുക്ഷേത്രം, ഇതിൽ മോഹൻലാലും ശോഭനയും ജഗതി ശ്രീകുമാർ വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ആണ്. SL പുരം സദാനന്ദന്റെ ഒരു സ്ക്രിപ്റ്റ് ആണ്. പിന്നെ മിഴുനീർ പൂക്കൾ, കമൽ എന്ന സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ വേണ്ട പോലെ ഏറ്റില്ല. അത് അതിന്റെ ഒരു സബ്ജക്ട് തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം ആ ഒരു സിനിമയിൽ മോഹൻലാൽ ഒരു ക്യാരക്ടർ കണ്ടവർക്കറിയാം അതിന്റെ ഒരു കഥ എന്താണെന്നുള്ളത്. പക്ഷെ കമൽ എന്ന ഡയറക്ടറെ അടയാളപ്പെടുത്തി അവിടെ നിന്ന് അങ്ങോട്ട് മോഹൻലാൽ വെച്ച് കുറെ സിനിമകൾ തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട് കമല്. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു മിഴുനീർ പൂക്കൾ. പിന്നെ കാവേരി എന്നൊരു സിനിമ, രാജീവ് നാഥ് ഡയറക്ട് ചെയ്ത സിനിമ. രാജീവ് നാഥും നേരത്തെ KP കുമാരനെ കുറിച്ച് പറഞ്ഞ പോലെ പ്രത്യേക തരത്തിലുള്ള സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകനാണ്. ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും അടൂർ ബാസി, നെടുമുടി വേണു എല്ലാവരും ഉണ്ട്. പിന്നെ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, ആ ഒരു സിനിമയിൽ മമ്മൂട്ടി റഹ്മാനുമാണ് ശരിക്കും നായകന്മാര്, മോഹൻലാൽ അല്ല. മോഹൻലാൽ അതിലൊരു വിക്കലുള്ള ഒരു ക്യാരക്ടറുണ്ട്. ഭദ്രന്റെ സിനിമയാണ്. പക്ഷെ അത് മോഹൻലാലും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ ഇത്രയും കുറെ സിനിമകൾ പറഞ്ഞു, ഇനിയും ഒരുപാട് സിനിമകളുണ്ട്. ഈ 34 സിനിമകളിൽ ഈ ഒരു വർഷത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രത്യേകത ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്നാലും പൂമുഖപ്പടിയും നേരെ ഭാഗത്ത് പടം ഹിറ്റായിരുന്നു, അല്ല പാട്ടുകളും ഹിറ്റായിരുന്നു. പിന്നെ നിമിഷങ്ങൾ എന്നൊരു പടം, രാധാകൃഷ്ണൻ എന്ന ഡയറക്ടറാണ്. അതില് മോഹൻലാലും ശങ്കറും ജഗദീഷ് ശ്രീകുമാർ, ക്യാപ്റ്റൻ രാജു, ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള സിനിമയാണ്. എനിക്കൊന്നും അങ്ങനെ വലുതായിട്ട് വിജയിച്ച ഒരു സിനിമയല്ല. പിന്നെ യുവജനോത്സവം, ശ്രീകുമാരൻ നമ്പിയുടെ സിനിമ. അതിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. അതിന്റെ നായകൻ മോഹൻലാൽ ആണോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ. അതിൽ ആ ഉർവശിയുടെ അനിയനായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യന്റെ ക്യാരക്ടറുണ്ട്, അശോകനുണ്ട്. കുറെ കൂട്ടക്കളിയാണ്. അതിൽ മോഹൻലാൽ ഒരു ചേട്ടന് തുല്യമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ഒരു കുട്ടികളുടെ കോളേജ് സ്റ്റുഡൻസിനെ ഡാഡി എന്നാണ് അവർ ആ ക്യാരക്ടറിനെ വിളിക്കുന്നതൊക്കെ. ഒരു ഇമോഷണൽ സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, അത് ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് യുവജനോത്സവം. പിന്നെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, സിബി മലയലിന്റെ സിനിമ. സിനിമയുടെ ആദ്യം മുത്താരംകുന്നാണ് ചെയ്തത്. പക്ഷെ ദൂരെ ദൂരെ കൂട്ടാമാണോ ആദ്യം തിയേറ്ററിൽ ഇറങ്ങിയെന്ന് എനിക്ക് സംശയം. എന്തായാലും ആ സിനിമ നല്ല രസമുള്ള സിനിമയാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയ സിനിമ. ആ വർഷത്തെ മികച്ച മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. പല കാലിക പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയില്ല ആ സിനിമ അന്ന് തിയേറ്ററിൽ. പിന്നെ ശോഭരാജ്, ശശികുമാറിന്റെ സിനിമ, അത് ഡോൺ എന്ന സിനിമ, ഹിന്ദിയിലെ അമിതാഭ് ബച്ചൻ അഭിനയിച്ച ഡോൺ. പിന്നീട് ബില്ല എന്ന പേരിൽ രജനീകാന്ത് ഒക്കെ അഭിനയിച്ച ആ ഒരു ഡോണിന്റെ ഒരു റീമേക്ക് തന്നെയാണ് ശോഭരാജ്. ഡബിൾ റോളിൽ മോഹൻലാൽ അഭിനയിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ 10-ാം ഉദയം പോലെ അല്ലെങ്കിൽ ആ ഒരു ഇവിടെ തുടങ്ങുന്ന പോലെ അങ്ങനെ ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ശോഭരാജ് എത്തിയില്ല. ഞാൻ ആ സിനിമയ്ക്ക് ദൂരദർശനിലൊക്കെ വന്നിട്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് 2 ലുക്കിലുള്ള മോഹൻലാലിലേക്ക്. പക്ഷെ അന്ന് ഈ നമ്മൾ ഡോണൊന്നും കണ്ടിട്ടില്ല, ബില്ല കണ്ടിട്ടില്ല. പിന്നീടാണ് ഡോണും ബില്ലയൊക്കെ കാണുന്നത്. പിന്നെ എന്റേത് മാത്രം, ശശികുമാർ ഡയറക്ട് ചെയ്ത സിനിമ, കല്ലു ഡെന്നിസിന്റെ സ്ക്രിപ്റ്റ്. അതിൽ മോഹൻലാലും കാർത്തികയും ബേബി ശാലിനിയാണ് പ്രധാന ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1 മുതൽ 0 വരെ രഘുനാഥ് പലേരിയുടെ സിനിമ, നവോദയ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. നല്ലൊരു സിനിമയാണ്.
അതിൽ മോഹൻലാലിന്റെ ശബ്ദമാണ് ആ സിനിമയിൽ. മോഹൻലാൽ അതിൽ ഒരു സീനേ വരുന്നുള്ളൂ, പക്ഷെ നല്ലൊരു സിനിമയുടെ ഭാഗമായി മോഹൻലാൽ ഇന്നും ഓർക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നല്ല സിനിമകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് 1 മുതൽ 0 വരെ. പടയണി എന്ന സിനിമ നമ്മുടെ നടൻ സുകുമാരൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ മമ്മൂട്ടി, മോഹൻലാലും ഇന്ദ്രജിത്ത് അതിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചെറിയൊരു പോർഷനിൽ വന്നു പോകുന്നുണ്ട്. പടയണി അന്ന് അങ്ങനെ വലിയ വിജയമല്ലായിരുന്നു പടയണി, പക്ഷെ ഓക്കെ, നമ്മളെ നഷ്ടം വന്നില്ല. പടയണി, ഇരകൾ, അങ്ങനെ 2 സിനിമയാണ് സുകുമാരൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഇരകൾക്കാണ് കുറെ അവാർഡ്സ് ഒക്കെ കിട്ടി, പക്ഷെ ഇരകളൊന്നും സാമ്പത്തികമായിട്ട് നേട്ടം വന്നില്ല. പടയണി നഷ്ടം വരാതെ പോയ ഒരു സിനിമ, അങ്ങനെ പറയാം. എനിക്കൊരു സുകുമാരന് മോഹൻലാൽ മമ്മൂട്ടിക്ക് ബന്ധത്തിന്റെ പുറത്ത് റെമ്യൂണറേഷൻ ഒക്കെ കുറച്ചും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. മനസ്സിലൊരു മണിമുത്ത്, ശശികുമാറിന്റെ സിനിമ. ഇപ്പൊ തന്നെ ഏകദേശം 3-4 സിനിമകളായി ശശികുമാർ ഈ മോഹൻലാൽ വെച്ച് തന്നെ ആ വർഷം ചെയ്യുന്നത്. SML സദാനന്ദന്റെ സ്ക്രിപ്റ്റാണ്. അതിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ഉർവശി, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ്. അടിവേരുകൾ, അനിൽ എന്ന ഡയറക്ടർ, പിന്നീട് ദൗത്യം സിനിമയ്ക്ക് ശേഷം ദൗത്യം അനിൽ എന്ന് അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അറിയപ്പെടുന്ന അനിൽ, അദ്ദേഹത്തിന്റെ സിനിമയാണ് അടിവേരുകൾ. മോഹൻലാലും കാർത്തിക, ജഗതി ശ്രീകുമാർ, സുകുമാരി, അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമയാണ്. അടിവേരുകൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷമാണ് മോഹൻലാൽ പിന്നെയും അദ്ദേഹത്തിന്റെ ഡേറ്റ് കൊടുത്തു. പിന്നെ ദൗത്യം പോലത്തെ സിനിമകൾ സംഭവിക്കുന്നു, പിന്നെ സൂര്യഗായത്രി സംഭവിക്കുന്നു. പക്ഷെ ഒരു വലിയൊരു ഹിറ്റ് ഡയറക്ടറായിട്ട് മാറാൻ ഈ ഡയറക്ടർ അനിലിന് സാധിച്ചില്ല. വളരെ കുറച്ച് സിനിമകൾ മാത്രം അദ്ദേഹം ചെയ്തുള്ളൂ. അതിൽ കൂടുതലും അങ്ങനെ വിജയിക്കാതെ പോയതുകൊണ്ടായിരിക്കാം. പിന്നെ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടുള്ള സിനിമയാണ്. അത് സന്മനസ്സുകൾക്ക് സമാധാനം. ആ വർഷത്തെ മോഹൻലാലിന് മറ്റൊരു പ്രത്യേകത, മോഹൻലാലിന് ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകതകളുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ ഒരു പ്രത്യേകത, മോഹൻലാലിന് സ്റ്റേറ്റ് അവാർഡുകൾ കുറെ സിനിമയ്ക്ക് കൂടി കിട്ടി. അതിലൊരു സിനിമ തന്നെയായിരുന്നു സന്മനസ്സുള്ള സമാധാനം. അതിഗംഭീരമായിട്ടുള്ള സിനിമ, നല്ല ഹിറ്റായിട്ടുള്ള സിനിമ. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടുകളിലെ അവരുടെ ഒരു യാത്ര തുടങ്ങിയ സിനിമകൾ ഒന്നാണ് സന്മനസ്സുള്ള സമാധാനം. മറ്റൊരു സിനിമ TP ബാലഗോപാലിന്റെ അമ്മ. അതായിരുന്നു ഇവരുടെ ആ വർഷം ആദ്യത്തെ സിനിമ തോന്നുന്നു. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടുള്ള ആദ്യത്തെ സിനിമ TP ബാലഗോപാലിന്റെ അമ്മയാണ്. ആ ഒരു സിനിമയ്ക്കാണ് പ്രധാനമായിട്ട് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് മോഹൻലാലിന് കിട്ടിയത്. വേറെ സന്മനസ്സുള്ള സമാധാനം, അങ്ങനെ കുറെ സിനിമകളുണ്ട്. 5-6 സിനിമകൾക്ക് കൂടി ചേർന്നാണ് ആ വർഷം ഒരുപാട് അവാർഡ്സ് മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സത്യനന്ദിക്കാടിന്റെ ഈ 2 സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മോഹൻലാലിന്റെ കരിയറിന് ഭയങ്കര ഗുണവും ചെയ്തിട്ടുണ്ട്. വീണ്ടും സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയാണ്, എന്റെ കൂട്ടത്തിൽ പറയേണ്ട സിനിമയാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. മമ്മൂട്ടി തന്നെയാണ് നായകൻ, അംബികയുണ്ട്, കാർത്തികയുണ്ട്. പക്ഷെ അവസാന ക്ലൈമാക്സിൽ മമ്മൂട്ടിയും വരുന്നുണ്ട്. മമ്മൂട്ടിയും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ റോള്, മമ്മൂട്ടിയുടെ നല്ല മലയാള സിനിമയിലെ നല്ല ക്യാമിയോ റോൾസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും നമ്മൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും പറയേണ്ടി വരും. അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് സത്യരാജ് ആയിരുന്നു അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. മറ്റേ റോള് പ്രഭു ആയിരുന്നു അന്ന് അതിന്റെ തമിഴ് റീമേക്കിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടുള്ള സിനിമകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇതുകൂടാതെ പ്രിയദർശന്റെ സിനിമകൾ നമ്മൾ പറഞ്ഞു. അതിൽ ആഡ് ഓൺ ചെയ്യുന്ന സിനിമയാണ് താളവട്ടം. സൂപ്പർ ഹിറ്റ് സിനിമ. അത് പല ഭാഷയിലും റീമേക്ക് ചെയ്തിട്ടും മോഹൻലാൽ ചെയ്ത പോലെ ഒരാൾക്കും ആ ഒരു വേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. തമിഴില് പ്രഭു ചെയ്തിട്ടുണ്ട്, ഹിന്ദിയിൽ സൽമാൻ ഖാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും മോഹൻലാൽ അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നടന്മാർ ആ തുടക്കകാലത്ത് ആ സിനിമ റീമേക്ക് ചെയ്യാൻ പല ഭാഷകൾ നോക്കിയിട്ട് ക്ലൈമാക്സും മോഹൻലാൽ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തായാലും താളവട്ടം അതിഗംഭീരമായിട്ടുള്ള മോഹൻലാൽ തിയേറ്ററിൽ വിജയിക്കുകയും കയ്യടി നേടുകയും അവാർഡ് നേടുകയും ചെയ്ത ഒരു സിനിമ തന്നെയാണ്. പിന്നെ പത്മരാജന്റെ മറ്റൊരു സിനിമ ദേശാടന കിളിക്കറിയാറില്ല. അത് ശരിക്കും നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. പക്ഷെ നമുക്ക് നായകനെന്ന് മോഹൻലാലിനെ വിളിക്കാം. നല്ലൊരു സിനിമയാണ് മോഹൻലാലിന്റെ ദേശാടന കിളിക്കറിയാറില്ല. അത് അന്നത്തെ സബ്ജക്റ്റും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ സിനിമ അങ്ങനെ തിയേറ്ററിക്കലി വലിയ വിജയമല്ല. പിന്നീടാണ് ആ സിനിമ കൂടുതൽ ആളുകൾ കണ്ടതും ചർച്ച ചെയ്തത്. പത്മരാജന്റെ സിനിമകളൊക്കെ ഭൂരിഭാഗവും അങ്ങനെയാണ്. അന്ന് തിയേറ്ററിൽ വിജയിക്കാതെ പിന്നീടാണല്ലോ അതിനൊരു കൾട്ട് സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയത്. ഈ പത്മരാജന്റെ തന്നെ മറ്റൊരു സിനിമയുണ്ട്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അത് തിയേറ്ററിൽ വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. ഒന്നും പറയണ്ട, ആ സിനിമയെ കുറിച്ച് ഒന്നും പറയണ്ട. മോഹൻലാലിന്റെ നല്ല മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് അത്. പിന്നെ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ സിനിമയാണ് സുഗമോ ദേവി. കാരണം നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പിൽ സുഗമോ ദേവിയും 86 ഓണത്തിന് ഇറങ്ങിയ സിനിമകളായിരുന്നു. സുഗമോ ദേവിയും സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിൽ നായകൻ ശരിക്കും ശങ്കറാണ്, മോഹൻലാൽ അല്ല നായകൻ. കണ്ടവർക്ക് അറിയാം. പക്ഷെ മോഹൻലാലിന്റെ ബെസ്റ്റ് ക്യാരക്ടറാണ് സണ്ണി എന്ന ക്യാരക്ടർ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റും. അത് വേണുനാഗവള്ളിയുടെ റിയൽ ലൈഫിൽ നടന്ന ചില ഇൻസിഡൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അവർ നമുക്ക് റിയലി ജീവിച്ചിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അല്ല മോഹൻലാലിന്റെ ക്യാരക്ടറും ഒക്കെ. മോഹൻലാലിന്റെ ക്യാരക്ടർ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയതും ആക്സിഡന്റിൽ മരിച്ചുപോയ കഥയൊക്കെ പിന്നീട് പലപ്പോഴായിട്ട് അതിന്റെ ഈ അടുത്തുപോലെ അതിന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. ആ മരിച്ചുപോയ വ്യക്തിയെ കുറിച്ച്. നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു മോഹൻലാലിന്റെ ക്യാരക്ടർ. പിന്നെ രേവതിക്ക് ഒരു പാവക്കുട്ടി, സത്യനന്ദിക്കാട് ഡയറക്ട് ചെയ്ത സിനിമ.
ആ സിനിമ രവി വെള്ളത്തോളിന്റെ ഒരു നാടകത്തിന്റെ അഡാപ്റ്റേഷൻ ആണ്. അതിൽ ഭരത് ഗോപി, മോഹൻലാലും രാധയാണ് അഭിനയിച്ചത്. പക്ഷെ നമ്മുടെ മറ്റ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സത്യൻ അന്തിക്കാട് മോഹൻലാൽ വെച്ച ടി പി ബാലഗോപാൽ, രമേശ് സമാധാനവും അതുപോലൊരു വിജയമോ അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു സിനിമയല്ല ഇന്ന് നമ്മൾ സത്യൻ അന്തിക്കാട് സിനിമകളിൽ റിപ്പീറ്റ് ആയിട്ട് കാണാത്ത കുറച്ച് സിനിമകൾ എടുത്താൽ അതിലൊരു സിനിമയായിരിക്കും തോന്നുന്നു. രേവതി അധികം പേരൊന്നും പറഞ്ഞും കേട്ടിട്ടില്ല ആ സിനിമയെ കുറിച്ച്. അതുകൊണ്ട് ആ സിനിമ തന്നെ തിയേറ്ററിൽ അങ്ങനെ വലിയ ഒരു വിജയവുമല്ലായിരുന്നു. പിന്നെ കുഞ്ഞാറ്റക്കിളികൾ എന്ന സിനിമയുണ്ട്, ശശികുമാർ, എസ്.എൽ. പുരം, സദാനന്ദന്റെ സിനിമ. മോഹൻലാലും ശോഭനയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. അത് ടി വിയിൽ വന്നിട്ട് ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിൽ ശോഭന ഇവര് ഒരു കസിൻസ് വെക്കേഷൻ ഒരുമിച്ച് കൂടുന്നതോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഒരു കഥ. നല്ലൊരു പാവം ക്യാരക്ടറാണ് മോഹൻലാൽ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ സിനിമ രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ സിനിമ മോഹൻലാലിന്റെ കരിയറിൽ എന്താക്കി മോഹൻലാലിനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. എവിടെയോ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മമ്മൂട്ടി മാറുന്നു. അന്ന് കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്ന ഹോട്ടൽ ഡെന്നിസ് ജോസഫ് തമ്പി കാണാതെ മോഹൻലാലിനെ പോയി കാണുന്നു. കഥ പോലും കേൾക്കാതെ മോഹൻലാൽ കമ്മിറ്റ് ചെയ്യുന്നു. ഉടനെ തുടങ്ങുന്നു, പണമിറങ്ങുന്നു, സൂപ്പർ ഹിറ്റ് ആവുന്നു. ഇങ്ങനെ രാജാവിന്റെ മകൻ മോഹൻലാലിന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു മലയാള സിനിമയിലെ ഒരു ടോപ്പ് സ്റ്റാറായി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറായി ഒരു രാജാവായി മാറി. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം തന്നെയാണ് രാജാവിന്റെ മകൻ. ഇപ്പൊ 1986 എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രത്യേകതകൾ. ഒന്ന്, മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയ വർഷം രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ മോഹൻലാലിന് ഒരുപാട് അവാർഡ്സ് കിട്ടി. അതായത് ആദ്യമായിട്ട് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു വർഷം. പിന്നെ നായകനായും സൈഡ് റോളുകളും അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടക്കളി റോളുകളും എല്ലാം ഒരുമിച്ച് ചെയ്ത ഒരു വർഷം. അതായത് സുഗമോദേവി എന്ന സിനിമയിൽ വേണമെങ്കിൽ ഒരു സപ്പോർട്ടിങ് റോൾ എന്ന് പറയാം. അപ്പുറത്ത് ഈ ഭദ്രന്റെ സിനിമയിൽ മോഹൻലാലും റഹ്മാനും അഭിനയിച്ച സിനിമയിൽ ഒരു നെഗറ്റീവ് ടച്ചിലുള്ള ക്യാരക്ടർ എന്ന് പറയും. അതേ വർഷം തന്നെ രാജാവിന്റെ മകൻ പോലത്തെ സിനിമകളും സത്യൻ അന്തിക്കാടിന്റെ സിനിമകളിലൊക്കെ അതിഗംഭീരമായിട്ടുള്ള നായിക വേഷങ്ങൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് ആ ഒരു വർഷം മോഹൻലാലിന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു വർഷം തന്നെയാണ് 1986 എന്ന് പറയുന്നത്. ഇനി ഈ 34 സിനിമകൾ, അതൊന്നും അന്ന് ഞാൻ ജനിച്ച ഒരു വയസ്സായിട്ടുള്ളൂ. എനിക്ക് ഒരു സിനിമയെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇനി കൂടുതൽ കാണാത്ത സിനിമകൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് സിനിമകൾ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പണ്ടെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ. പക്ഷെ ഭൂരിഭാഗം സിനിമകൾ, ഈ 34 സിനിമകൾ ഒരുപക്ഷെ ഒരു 25 അല്ലെങ്കിൽ 28 സിനിമകളും കണ്ടിട്ടുള്ള സിനിമകൾ തന്നെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ സിനിമകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുമെങ്കിൽ നിങ്ങൾ പറയുക. ആരെങ്കിലും അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അന്നത്തെ പ്രത്യേകിച്ച് രാജാവിന്റെ മകനെയൊക്കെ അന്ന് ആരെങ്കിലും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടത്.